വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ കടന്നതോടെ ആഹ്ലാദത്തിലാണ് മുനമ്പം ജനത. രാജ്യസഭയും ബില്ല് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ബില്ല് നിയമമാകുമ്പോൾ മുനമ്പം ജനതയുടെ ഏറെ നാളത്തെ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഇന്നലെയും മുനമ്പം ജനത വലിയ ആഹ്ലാദത്തിലായിരുന്നു. പടക്കം പൊട്ടിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെയാണ് അവർ നടത്തിയത്. എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അവർ ഈ ബില്ലിൽ? അവീണ, നമുക്കറിയാം പുലർച്ചെ 2 മണിയോടുകൂടി തന്നെയാണ് ഈ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായത്, വോട്ടോടുകൂടി പാസ്സായത്. ആ സമയത്തുകൂടി ഈ മുനമ്പത്ത് ഇവിടെ ഈ ഒരു തീരപ്രദേശത്ത് ഈ മുനമ്പത്തെ നിരാഹാര പന്തലിൽ നിരവധി പേരുണ്ടായിരുന്നു. അവർ പടക്കം പൊട്ടിച്ചും പരസ്പരം കെട്ടിപ്പിടിച്ചും തന്നെയാണ് ആഹ്ലാദത്തോടു കൂടി ആ ഒരു ബില്ല് പാസ്സായ ആ ഒരു നിമിഷത്തെ വരവേറ്റത്. അതീവ സന്തോഷത്തോടു കൂടി ആ ഒരു നിമിഷത്തെ അവർ വരവേറ്റു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, അവർക്ക് നിലവിൽ ഈ ഒരു രാജ്യസഭയിലും കൂടി ഇന്ന് ഈ ബില്ല് വരുന്നുണ്ട്. ആ സമയത്ത് കൂടി എന്താണ് പറയാനായിട്ടുള്ളത്, ഒപ്പം തന്നെ ഇന്നലത്തെ അവരുടെ ആ ഒരു ബില്ല് പാസ്സാകുന്ന സമയം വരെയുള്ള കാത്തിരിപ്പ്, അതൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. സമരസമിതിയുടെ നേതാവായിട്ടുള്ള ജോസഫ് ബിന്നി, അതോടൊപ്പം തന്നെ ഇടവ വികാരിയായിട്ടുള്ള ആന്റണി തറയിലും ചേരുകയാണ്. ഫാദറിലേക്ക് ആദ്യം പോകാം. ഫാദർ, ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ബില്ല് പാസ്സാക്കിയിരുന്നു. പുലർച്ചെ വരെ ഇവിടെ നിരാഹാര പന്തലിൽ ആളുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ എത്രത്തോളം ഇന്ന് രാജ്യസഭയിലേക്ക് വരുന്നുണ്ട്, പിന്നീട് അതിനുശേഷം രാഷ്ട്രപതിക്ക് വിടും. എന്തായാലും ഈ ഒരു മുനമ്പത്തെ ജനതയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ നിരാഹാര സമരത്തിൻ്റെ 173-ാം ദിനമായ ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നലെ 12.5 മണിക്കൂറായിരുന്നു ഈ ചർച്ച നീണ്ടുപോയത്. ഏതായാലും ചർച്ച ഞങ്ങൾ ശ്രവിക്കുകയും അതോടൊപ്പം തന്നെ രാത്രി ആ സമയത്ത് ഇവിടെ നിരാഹാര പന്തലിലെ ആളുകളുണ്ടായിരുന്നു. അവസാനം വോട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഏതായാലും ഞങ്ങൾക്ക് ഒത്തിരി പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു വോട്ടെടുപ്പായിരുന്നു. അതിന്ന് രാജ്യസഭയിൽ ഇത് പാസ്സായി കഴിഞ്ഞെങ്കിൽ, തീർച്ചയായിട്ടും നിയമമായിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും മുനമ്പം സമൂഹത്തെ ഈ സമരത്തെ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടത് വലത് എംപികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാരൊക്കെ തന്നെ ഇതിനെ കടുത്ത എതിർപ്പായിരുന്നു രേഖപ്പെടുത്തുകയും പറയുകയൊക്കെ ചർച്ചയിലൊക്കെ ഉടനീളം അവർ ഉന്നയിച്ചത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭ ഒരുമിച്ച് നിന്നുകൊണ്ട് KCBCയും CBCയെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 610 കുടുംബങ്ങളെ നീതി അവിടെ നടപ്പിലാക്കണമെന്ന ചിന്തയോടുകൂടി അവർ നേരത്തെ തന്നെ കത്ത് അയച്ചിരുന്നു. എല്ലാവരും സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുമ്പ് നിരാഹാര സമരത്തിന് ഇവിടെ ഈ ഭൂസംരക്ഷണ സമിതിയും എല്ലാ MPമാർക്കും നേരത്തെ തന്നെ കത്തുകൾ അയച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഹൈബിയിടുന്നു ഞങ്ങൾ നേരിട്ട് 2500 പേരുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ കത്ത് നൽകിയിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച സപ്പോർട്ട് അവർക്ക് നൽകാൻ താല്പര്യപ്പെട്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. മുനമ്പം എന്ന വാക്ക് പല പ്രാവശ്യവും പാർലമെൻറ്റിൽ ഇന്നലെ കേൾക്കാനിടയായി. അതോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിൽ, ഓരോ നിയമത്തിനും മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മുടെ പുരോഗമനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ പുരോഗമനത്തിൽ എന്തൊക്കെ നമുക്ക് യോജിച്ച് പോകാൻ സാധിക്കും എന്ന് രണ്ട് കക്ഷികൾ, എല്ലാ കക്ഷികളും ഒരുമിച്ച് വിലയിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ രാജ്യം വളരുന്നത്. അല്ലാതെ ചിലതിൽ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ കേരളത്തിലുള്ള MPമാർ മാത്രമല്ല, പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പല രീതികളിലാണ് ഇന്നലെ സംസാരിച്ചത്. അതുകൊണ്ട് ഏതായാലും ഈ ബില്ല് പാസ്സായാലും ഏറെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മുനമ്പം സമൂഹം പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ്. ആരൊക്കെയാണ് രക്ഷിച്ചത്, ആരൊക്കെയാണ് ചതിച്ചത് മുനമ്പം ജനത? ആ രീതിയിലേക്കും കൂടെ ഇന്നലത്തെ ഒരു ബില്ല് പാസ്സാക്കൽ ചർച്ച പോയില്ലേ? ചർച്ച തീർച്ചയായിട്ടും ആ രീതിയിൽ പോയി. ഇന്നലെ 12 മണിക്കൂറുടെ ചർച്ചകളും ഞാൻ കേട്ടിരുന്നു. അതിൽ കശ്മീർ മുതൽ നമ്മുടെ തമിഴ്നാട് വരെയുള്ള പല ചെറിയ പാർട്ടികളും വലിയ പാർട്ടികളും എല്ലാം തന്നെ അതിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വഖഫ് നിയമം ഭേദഗതി ആവശ്യമാണെന്ന് പല പാർട്ടികളും, BJPയുടെ കൂടെയുള്ളവരും അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പല പാർട്ടികളും അത് സൂചിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റുള്ള ചില പാർട്ടികളും അതിലുള്ള കുറവുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ പോരായ്മകളും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ നടന്ന് നല്ലൊരു ചർച്ചയായിരുന്നു. അപ്പോൾ BJPയിൽ സപ്പോർട്ട് ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകുകയും ചെയ്തത്. കാരണം 288 വോട്ടുകൾ ലഭിച്ചാണ് ഇത് പാസ്സാക്കിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്.
തീർച്ചയായിട്ടും ഫാദറിന്റെ വാക്കുകൾ അതീവ സന്തോഷകരമായിട്ട് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സമരസമിതി നേതാവായിട്ടുള്ള ജോസഫ് ബിന്നിയിലേക്കും കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ചേട്ടാ, ആദ്യഘട്ടം മുതലേ തന്നെ ഈ സമര പന്തലിൽ ഒരു പ്രധാനപ്പെട്ട രീതിയിൽ ഒരു പങ്കുവഹിച്ചൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ 5.5 മാസമൊക്കെ പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും വന്നത്. കഴിഞ്ഞ ദിവസം 14 മണിക്കൂറിലേറെയുള്ള ചർച്ച, അതിൽ എല്ലാ തരത്തിലും TV-യിൽ ഇവിടെ നിന്നും മുനമ്പം ജനത സമരസമിതി നേതാക്കൾ അടക്കം അത് വീക്ഷിക്കുകയും ചെയ്തു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ് ഞങ്ങളുടെ ഈ മുനമ്പത്തിൻ്റെ നിലവിളി അങ്ങ് പാർലമെൻറ്റിലെത്തുകയും അത് വളരെ ഗൗരവപൂർവ്വം പാർലമെൻറ്റിൽ ചർച്ചയ്ക്കെടുക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കുന്ന രീതിയിലുള്ള ആദ്യ കടമ്പയായ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി രാജ്യസഭയിലും ഇന്ന് പാസ്സാകും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ കരങ്ങളുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട വ്യക്തികളിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ജിജി ജോസഫ് വളരെയധികം താല്പര്യത്തോടെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആൻ്റണി തുടങ്ങിയവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായിട്ടുണ്ട്. വൈദികരുടെയും KCBCയുടെയും SNDPയുടെയും അതേപോലെ ഞങ്ങളുടെ ഈ ഗ്രാമത്തെ സ്നേഹിച്ച, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ പ്രദേശത്തെ 610 കുടുംബങ്ങളെ സ്നേഹിച്ച സന്മനസ്സുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ആളുകളുടെ സന്മനസ്സാണ് ഇന്നലെ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതിലൂടെ കാണും. അതിൻ്റെ ആദ്യപടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുകയും ചെയ്യും. കേരളത്തിൽ നിന്നുള്ള MP-മാർ കഴിഞ്ഞ ദിവസം സ്വീകരിച്ച നിലപാട്, അത് വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് വളരെ വലിയ രീതിയിൽ എതിർത്തുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഹൈബി ഈഡൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ K രാധാകൃഷ്ണനൊക്കെ ആണെങ്കിലും ഇതൊരു മുനമ്പം ജനതയ്ക്കുള്ള ഒരു തിരിച്ചറിവ് കൂടിയല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സുകൾക്ക് വളരെയേറെ വിഷമതകളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു ബദൽ സംവിധാനം 3 വർഷവും 3 മാസവുമായി കേരളത്തിലെ പ്രതിപക്ഷത്തുള്ള 28 MP-മാർക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ബദൽ സംവിധാനം മുന്നോട്ട് വയ്ക്കാമായിരുന്നു. ഞങ്ങളുടെ ശബ്ദമായി അവർക്ക് മാറാമായിരുന്നു. പക്ഷേ ഒരു വാക്ക് പോലും ഞങ്ങളെക്കുറിച്ച് അവർ പരാമർശിച്ചിരുന്നില്ല. ഇന്നലെ ഇത് ഇത്രയും പ്രധാനമന്ത്രിയും നിർമ്മലാ സീതാരാമനും അതേപോലെ തന്നെ കിരൺ റിജിജുവും അമിത്ഷായുമെല്ലാം ഇത് സംസാരിക്കുമ്പോഴാണ് അവരുടെയും സംസാരത്തിൽ മുനമ്പം പേര് പരാമർശിച്ചത്. ഞങ്ങൾക്ക് വളരെയേറെ വേദനയുണ്ട്. അത് ഞങ്ങളെ എന്നും ആ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. രാഷ്ട്രീയ നിലപാടിലേക്ക് വഴിവെക്കൂ. നമുക്ക് ഒന്നും പറയാൻ, രാഷ്ട്രീയ നിലപാടിലേക്ക് ഞങ്ങൾ സെപ്റ്റംബർ 27-ാം തീയതി വഞ്ചി സ്ക്വയറിൽ നടന്ന ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തിൽ തന്നെ നമ്മുടെ MP-ആയ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് അടിയന്തിരമായി ഇത് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമായി തീരുമെന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പരാമർശിച്ചിരുന്നതാണ്. പക്ഷെ അത് വരുന്ന ആളുകളിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. വീണ, നമ്മളിവിടെ എടുത്തു പറയേണ്ടത്, നാളുകളായിട്ട് ഇവർ നടത്തുന്ന സമരം, അതിനനുസൃതമായിട്ട് അവർ പരാതികൾ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ MP-മാർ അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, ഇവർക്ക് മുന്നിലൊക്കെ തന്നെ പരാതികൾ ഉന്നയിക്കുന്നത്. പക്ഷെ അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് ഇവിടുത്തെ UDF നേതാക്കന്മാരോ അതോടൊപ്പം തന്നെ LDF നേതാക്കന്മാരോ തയ്യാറായിരുന്നില്ല. ഹൈബി ഈഡൻ MP-ക്ക് ഭീമഹർജി നൽകിക്കൊണ്ടുള്ള പ്രതിഷേധ മാർച്ചൊക്കെ നടത്തിയെങ്കിലും അതിലും കൃത്യമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ ആദ്യഘട്ടം മുതലേ BJP ഉൾപ്പെടെയുള്ള ദേശീയവാദ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ, അകമഴിഞ്ഞ പിന്തുണ ഈ സമരസമിതിക്കും അതോടൊപ്പം തന്നെ മുനമ്പം ജനതയ്ക്കും നൽകിയിരുന്നു. അത് അവർ ഓർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് 174-ാം ദിവസത്തിലേക്കാണ് മുനമ്പം ജനത നടത്തുന്ന നിരാഹാര സമരം, റിലേ നിരാഹാര സമരം പിന്നിടുന്നത്. 404 ഏക്കറോളം ഭൂമിയിന്മേലാണ് വഖഫ് തങ്ങളുടേതാണ് ഈ സ്വത്ത് എന്നുള്ള രീതിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. അത് ഹൈക്കോടതിയിലടക്കം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. 600-ലേറെ കുടുംബങ്ങൾ ഈ വഴിയാധാരമാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ 5.5 മാസങ്ങൾക്ക് മുൻപ് ഈ മുനമ്പത്തെ ഈ തീരദേശ ജനത ഈ പള്ളി അങ്കണത്തിൽ ഇവിടെ നിരാഹാര സമരം ഇരിക്കുവാൻ തുടങ്ങിയത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകളൊക്കെ തന്നെ പിന്തുണയുമായിട്ട് വന്നുവെങ്കിലും കേവലം പേരിന് മാത്രം
മാത്രമായിരുന്നു UDF പ്രതിനിധികളും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ഇങ്ങോട്ടേക്ക് എത്തിയത്. നമുക്കറിയാം, മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വന്നിരുന്നു. അത് കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു ശ്രമം എന്ന് ഹൈക്കോടതി പോലും കണ്ടെത്തിയ സാഹചര്യമുണ്ട്. എന്തായാലും വഖഫ് ഭേദഗതി ബില്ല് പൂർണ്ണമായിട്ടും പാസ്സായിക്കൊണ്ട് നിയമമാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ പറയുന്ന മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ. അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. അതിന്റെ ഒരു സന്തോഷം തന്നെയാണ്. അതായത് ലോക്സഭ കടന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് രാജ്യസഭയിലേക്ക് വരുന്നു. ഇനി അത് രാഷ്ട്രപതിയിലേക്ക് മുന്നിലേക്ക് അംഗീകാരത്തിനായിട്ട് വിടും. അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും നിയമമായിട്ട് മാറുകയും ചെയ്യുന്നത്. അതോടുകൂടിയാണ് ഈ മുനമ്പം ജനത ഇന്ന് അനുഭവിക്കുന്ന ഈ കണ്ണുനീരിന് ഒരു അറുതി ഉണ്ടാകുകയുള്ളൂ. വീണ, രേഷ്മ, മറ്റൊന്നിത് ഈ വിഷയം ഇന്ന് കോടതിയിലുമുണ്ടല്ലോ. ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ, അതിന്റെ വിവരങ്ങൾ എന്താണ്? വീണ, ഈ ഒരു സമാനമായിട്ടുള്ള വിഷയം തന്നെയാണ് അവിടെ ഉള്ളത്. അതായത് മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് കഴിഞ്ഞ മാസം റദ്ദാക്കിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അപ്പീൽ നൽകിയത്. ഈ അപ്പീലിന്മേൽ വിശദമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നടക്കുക. കഴിഞ്ഞ തവണ ഈ അപ്പീൽ പരിഗണിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ഇടക്കാല ആവശ്യം അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ അത് പുനരാരംഭിക്കുവാനായിട്ടുള്ള ഒരു അവസരം നൽകണം, അനുമതി നൽകണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിന്മേൽ ഒരു വിശദമായിട്ടുള്ള ഒരു വാദം വേണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തേക്ക് ഈ അപ്പീൽ ഹർജി മാറ്റിയിട്ടുള്ളത്. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ബെഞ്ച് വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഈ പറയുന്ന മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അത് റദ്ദാക്കിയത്. സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനായിട്ടുള്ള എല്ലാ അധികാരവുമുണ്ട്, നിയമപരമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ച് ഈ മുനമ്പത്ത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ച നടപടി റദ്ദാക്കിയ ആ ഒരു ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലിലെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ പറയുന്ന വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകുന്നതോടുകൂടി ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രസക്തിയൊക്കെ തന്നെ ഇല്ലാതാവുകയും ചെയ്യും. എന്തായാലും ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ പറയുന്ന ഹൈക്കോടതിയിൽ നടക്കുകയും ചെയ്യും. എന്തായാലും ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം അത് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ചോദ്യം ചെയ്ത അപ്പീൽ ഹർജി വരുന്നത്. ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇന്ന് വിശദമായിട്ട് വാദം നടക്കുക. വീണ്ടും ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ അത് പുനരാരംഭിക്കാനായിട്ടുള്ള അനുമതി വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിന്മേൽ തന്നെയാണ്. വീണ, ശരി രേഷ്മ.